വയനാട്ടിലേക്ക് പോയാൽ വയനാട് ചുണ്ടേലിൽ വാഹനമിടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ച സംഭവത്തിൽ പ്രതികളായ 2 സഹോദരങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ധാർ ജീപ്പ് ഓടിച്ച സുമിൽ ഷാദ്, ഗൂഢാലോചനയിൽ പങ്കാളിയായ സഹോദരൻ അജിൻ ഷാ എന്നിവരെയാണ് വൈത്തിരി പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യക്തിവിരോധത്താലാണ് അപകട കെണിയൊരുക്കി കൊലപാതകം നടത്തിയത്. കൂടുതൽ പ്രതികൾക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. റിമാൻഡ് ചെയ്ത പ്രതികളെ നാളെ തെളിവെടുപ്പിനായി കൊണ്ടുവരും. വയനാട് ചുണ്ടേലിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ജീപ്പും ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിച്ച് കാപ്പംകുന്ന് സ്വദേശി നവാസ് മരിച്ചത്. എന്നാൽ പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അത് അപകട മരണമല്ല, കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. നമ്മളിപ്പോൾ ഉള്ള സ്ഥലത്താണ് ഈ ജീപ്പും ഓട്ടോയും തമ്മിൽ കൂട്ടിയിടിച്ചത്. അതായത് ഏകദേശം 100 മീറ്ററോളം നീളത്തിൽ ദൂരത്തിൽ എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ പറ്റുന്ന ഒരു പ്രദേശമാണിത്. ചുണ്ടേൽ എസ്റ്റേറ്റ് ഫാക്ടറിക്ക് സമീപമുള്ള ഈ പൊഴുതനിക്ക് പോകുന്ന പ്രധാന റോഡ്, ഈ റോഡിലാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. ആ ഭാഗത്തു നിന്ന് വരുകയായിരുന്ന ജീപ്പും എതിർദിശയിൽ വന്നിരുന്ന നവാസിന്റെ ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു. ആ ഇടിയുടെ ആഘാതത്തിനെ തുടർന്ന് ആദ്യം ഈ ഭാഗത്തേക്ക് തെറിച്ച് ഈ ജീപ്പ് ഇങ്ങോട്ട് നീങ്ങുകയും അവിടെ നിന്ന് ജീപ്പിന്റെ ഈ അപകടത്തിൽ തകർന്ന ജീപ്പിന്റെ പാർട്സ് അവശിഷ്ടങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ അവിടെ നിന്ന് തെന്നി മാറി ഈ ചാലിലേക്ക് മാറുകയും ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ 2 പ്രതികൾ പോലീസ് പിടിയിലായിട്ടുള്ളത്. അതായത് ചുണ്ടേൽ പുത്തൂർവയൽ കോഴിക്കാട്ട് വീട്ടിൽ സുമിൻ ഷാദ്, അതുപോലെ തന്നെ അജിൻ ഷാദ് എന്നീ 2 സഹോദരങ്ങളെയാണ് പ്രതികളായി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. രാവിലെ ആ സമയത്ത് എസ്റ്റേറ്റിൽ ആളുകൾ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ കണ്ടതാണ്. ആ സമയം, അതായത് ഈ അപകടം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളാണ്, എസ്റ്റേറ്റിലെ ഒരു ജീവനക്കാരനാണ് സുധീർ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് ആ സമയം സംഭവിച്ചത്? ആ സമയത്ത് ഒരു ജീപ്പ് സ്പീഡിൽ വന്ന് ഏകദേശം റോഡ് സൈഡ് തന്നെ കയറി പിടിച്ച് മുന്നിൽ നിന്ന് അതേപോലെ ഒരു ഓട്ടോ വരുന്നുണ്ടായിരുന്നു. ആ ഓട്ടോനെ ചേർന്ന് അടിച്ചിട്ട് ഏകദേശം അവിടെ നിന്നാണ് അത് അടിച്ച് ഓട്ടോ തിരിഞ്ഞ് ചാലിലേക്ക് ഇറങ്ങി. ജീപ്പുകാരൻ അങ്ങ് പോയി ആ മതിലിൻ്റെ അടിച്ച് കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വന്ന് നിൽക്കിയിരുന്നു. സുധീരേട്ടൻ ഈ സംഭവം പറഞ്ഞ് ഓടി വന്നതാണ് ഫാക്ടറിയിൽ നിന്നല്ലേ? അതെ, ഓടി വന്നതാണ്. കണ്ടും കൊണ്ട് ഓടി വന്നതാണ്. കാണുക പറഞ്ഞാൽ പിന്നെ ഭയങ്കര സൗണ്ട് ആയിരുന്നു. അടിച്ചതിന് ഭയങ്കര സൗണ്ടും ഉണ്ടായിരുന്നു. ആ സമയത്ത്, അതായത് താങ്കൾ ഇവിടെ ഓടി എത്തിയ സമയത്ത് ജീപ്പിന്റെ ഡ്രൈവർ ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു ആ സമയത്ത്? പുള്ളി അങ്ങനെ ഒരു മയക്കം പോലെ ഇതിൽ ചാരി വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാണ്ട് ചാരി കിടക്കായിരുന്നു. ജീപ്പിനകത്ത് തന്നെ കിടക്കായിരുന്നു. ഇതിനകത്ത് ഒരാളെ ഉണ്ടായിരുന്നില്ല. കാരണം ഞാനിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഓടി വരുമ്പോൾ എന്തോ സംഭവിച്ചത് എനിക്കറിയാം. ഞാൻ ഇവിടെ എത്തുമ്പോൾ ഒരാളെ ഉള്ളൂ. ഈ പറഞ്ഞ ജീപ്പ് ഓടിച്ചിരുന്ന ആളുകളെ, ഈ പ്രതികളായിട്ടുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്? അറിയോ? ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ്. ഈ അപകടം നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന ദൃക്സാക്ഷിയായ ഫാക്ടറി ജീവനക്കാരൻ സുധീറിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഇടിയുടെ ആഘാതത്തിൽ വാഹനം തെന്നി മാറി മറ്റൊരു എതിർദിശയിലേക്ക് മറിഞ്ഞു. ജീപ്പ് ഇവിടെ നിന്നും മുൻപിലേക്ക് ഏകദേശം 50 മീറ്ററോളം മാറി മറ്റൊരു മൺതിട്ടയിൽ ഇടിച്ചാണ് നിന്നത്. പിന്നീട് ഇവിടെ എത്തിയ നാട്ടുകാരും മറ്റ് ആളുകളും ചേർന്നാണ് ഈ നവാസിനെ ആശുപത്രിയിൽ എത്തിച്ചത്. നവാസിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇതൊരു അപകട മരണമല്ല, കൊലപാതകമാണ് എന്നുള്ള കാര്യം ചുരുളഴിഞ്ഞത്. ഏതായാലും 2 പ്രതികൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. സുമിൻ ഷാദ് ഒപ്പം അജിൻ ഷാദ് എന്നീ 2 സഹോദരങ്ങൾ പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട്. ഇന്ന് വൈത്തിരി പോലീസിൽ ഹാജരാക്കി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം വൈത്തിരി പോലീസിൽ ഹാജരാക്കിയ ഇവരെ നാളെ റിമാൻഡ് ചെയ്ത് നാളെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനായുള്ള അപേക്ഷ പോലീസ് സമർപ്പിക്കുക. വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്ങരയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.